ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, സുഖമാണോ? സന്തോഷമാണോ? ചിലവര് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചീവീടിന്റെ സ്വരമൊക്കെ കേൾക്കുന്നില്ലേ? അതൊക്കെ കുറച്ച് നിങ്ങൾ വിഷമിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രകൃതിയിൽ, ഇതെല്ലാം ഇതിനൊക്കെ ഒരു ഭാഗമല്ലേ, ഒരു സന്തോഷമല്ലേ പ്രകൃതിയിൽ നിന്ന് അറിയുമ്പോൾ അല്ലേ. ചില കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും വിഷമിക്കണ്ട കേട്ടോ. പ്രിയമുള്ള സഹോദരൻ, ഇന്നലെ ഞാൻ എന്റെ സഹോദരങ്ങളെ പതിയെ സോറി കേട്ടോ, ഇന്നലെ ശരിക്കും കർമ്മല മാതാവിന്റെ ഫീസ്റ്റ് നിങ്ങളെ വിഷയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വന്നായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞങ്ങനെ പോയി അങ്ങ് മാറിപ്പോയി. പ്രത്യേകിച്ച് ഓക്കാം, OCD, അതേപോലെ നമ്മുടെ CMI അച്ഛന്മാര്, CMC സിസ്റ്റേഴ്സ്, അവരൊക്കെ ശരിക്കും കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി ഉള്ള ഒരുപാട് കോൺഗ്രിഗേഷൻസ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞ് എന്തുമാത്രം നന്മകളാണ് അവരിലൂടെ നമ്മുടെ ഈ സഭയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടും ഒക്കെ അല്ലേ ലഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. കർമ്മല മാതാവിന് പ്രത്യേകം പ്രതിഷ്ഠിച്ചുകൊണ്ട് അല്ലേ, പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുക. ഏതായാലും അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു കേട്ടോ. വെച്ചാൽ താമസിച്ചു പോയി, എന്നാലും ഹാപ്പി ഫീസ്റ്റ്. കുറച്ച് സിസ്റ്റർമാരും കുറച്ച് അച്ഛന്മാരെ കാണുന്നുണ്ടാവുമല്ലോ. ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ പറഞ്ഞു ചൊല്ലി. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിൽ എളിയദാസന് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് വ്യാഴാഴ്ച ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ പ്രത്യേകമായി ചില നിയമങ്ങൾ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 1:11. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പിശാചിന്റെ ആർഗ്യുമെന്റ് കണ്ടെന്നുള്ളതാണ്. ഈ പിശാചിന്റെ ഒരു തരത്തിലുള്ള ആർഗ്യുമെന്റ് ഞാൻ ഓർക്കാണ്ട്. പണ്ട് ആരാ നമ്മുടെ പാലക്കാരതിൽ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്ത് നമ്മുടെ ഡാനിയൽ അച്ഛൻ എന്നെ ഓർമ്മ. അപ്പോൾ പറഞ്ഞൊരു കാര്യം ഓർക്കാണ്, പിശാചിന്റെ ആർഗ്യുമെന്റ് എല്ലാം വളരെ ലോജിക്കലായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ലോജിക്കലായിരിക്കുമല്ലോ. സംഭവിച്ചു കഴിയുമ്പോൾ എല്ലാം ലോജിക്കലായിരിക്കും, ക്രോണോളജിക്കലും ആയിരിക്കും. അത് വേറെ വിഷയം. എനിവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ജോബ് 1:11 പഠിപ്പിക്കുകയാണ്. കർത്താവിന്റെ അടുത്ത് പിശാച് പറയുന്ന ഒരു സെന്റൻസ് ആണ്: അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് കാണാം. പിശാചിന്റെ ഒരു ആർഗ്യുമെന്റ് നോക്കിയേ. അതായത് ജോബിനെ സംബന്ധിച്ചിടത്തോളം ജോബ് നീതിമാനാണ്, നിഷ്കളങ്കനാണ്, ദൈവഭയമുള്ളവനാണ്, ദൈവഭക്തനാണ്, അവൻ സമ്പത്തുള്ളവനാണ്, അവൻ നല്ലവനാണ്. അപ്പൊ അതുകൊണ്ട് അവനിപ്പോ എന്താണ് വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോബിനെ പോലെ ഒരാൾ പോലും ഇല്ലാന്നുള്ള കർത്താവ് ഈ സ്നാപക യോഹന്നാനെ ഹൈലൈറ്റ് പറയുന്നില്ലേ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ പറയുമ്പോൾ പിശാച് കയറി അടിക്കുന്നുണ്ടോ? എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനകത്തൊക്കെ മനസ്സിലായി പിശാച് പോയി ദൈവത്തിന് നിങ്ങൾ സംസാരിച്ചെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതൊന്നും അല്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വചനത്തിന്റെ ഉൾക്കാഴ്ചകൾ വഴി നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്, നമ്മളെ ബോധ്യപ്പെടുത്തുക. അത് മാത്രമേ ഓർത്താൽ മതി. പക്ഷെ ഞാൻ അതിനകത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണേ. അതായത് ഇതിനൊരു സാധ്യതയാണ്. ജോബിന്റെ സമ്പത്തിന്മേൽ കൈവച്ചപ്പോൾ ജോബ് വിശ്വാസത്തിൽ അങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് കയറി അങ്ങ് തെളിയുകയാണ് ഇത്. പക്ഷേ സാധാരണ മനുഷ്യനൊരു അപകട സാധ്യതയുണ്ട്. എന്നറിയാവോ? സമ്പത്ത് അങ്ങ് ക്ഷയിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ, സ്ഥാനമാനങ്ങൾ അങ്ങ് നഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങുമ്പോൾ, കയ്യിലുള്ളതെല്ലാം കൈവിട്ട് പോയി തുടങ്ങുമ്പോൾ, ഒന്നുമില്ലാതെ വരുമ്പോൾ ഈ ഒരു സാധ്യതയുണ്ട്. അതാണ് സമ്പത്തിന്മേൽ കൈവച്ചാൽ നീ ദൈവത്തെ ദുഷിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പിശാച് അവിടെ കൈവെക്കും. വളരെ ശ്രദ്ധിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ സമ്പത്തിനേക്കാൾ അധികമായി ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു പറയാം. അതിൽ ജോബ് പറഞ്ഞേ, എന്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എന്റെ മാംസത്തെ ഞാൻ ദൈവത്തെ കാണും. അല്ലേ ജോബിലെ ആ വചനം കേൾക്കണം അല്ലേ, 19 വചനമല്ലേ. പൗലോസിനെ പറയുന്നത് എന്താ? ക്ലേശമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ എന്നാ സംഗതി വന്നാലും നമ്മൾ കുലുങ്ങില്ല അല്ലേ. ബാക്കിയുള്ള ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതാം. പൗലോസിനെ പറയല്ലേ, ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് നമുക്കൊരു സോഫ്റ്റ് കോർണർ ഈ കാര്യത്തിലുണ്ടെങ്കിൽ അവിടെ പിടുത്തം വീഴും. നമുക്ക് എവിടെയെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ പിശാച് അവർക്കരെ അടിക്കും കേട്ടോ. വളരെ സൂക്ഷിച്ചിരുന്നു, പേടിക്കണ്ട. ദൈവിക സംരക്ഷണം ഒരു യാഥാർത്ഥ്യം, അത് വേറെ വിഷയമാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, അതപ്പോ നോക്കി, ഇത് പിശാചിന്റെ ഒരു ആർഗ്യുമെന്റും മനുഷ്യന്റെ വിശ്വാസത്തെ തകർക്കാൻ പിശാച് ഉപയോഗിക്കുന്ന ഒരു കെണിയുമാണിതെന്ന് നമുക്ക് ഇതിനകത്ത് ബോധ്യം വരണം. പക്ഷെ ഒരുപാട് ജീവിതങ്ങളാ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം? അല്ലെങ്കിൽ ഓക്കെ, മുൻ തലമുറ പിന്നെയും കുഴപ്പമില്ല, പുതിയ തലമുറ പ്രാർത്ഥിച്ചിട്ട് എന്താ എങ്ങനെ എന്താ വെറുതെ ഒരു അമ്മ വെറുതെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നടക്കണത്. അതുകൊണ്ട് എല്ലാം എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? ഈ സ്റ്റേജുകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതിനാണ് ഇതൊക്കെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. സന്തോഷം. ഒരുപാട് നന്ദി. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി കേട്ടോ. ശരിക്കും നന്മറിഞ്ഞ് ചെല്ലാത്ത ചില ആൾക്കാരുണ്ട്. ഒന്നുകൂടെ ചെല്ലണം കേട്ടോ.
ഇന്നും എത്രയും നല്ല മാതാവ് മടക്കണ്ട. ഇന്നലത്തെ സാക്ഷി നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടേക്കണം കേട്ടോ സഹോദരങ്ങളെ. പിന്നെ യൂറിനോട് പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് എന്ത് വലിയൊരു ഹീലിംഗ് ഐസോ ചെയ്തത് അല്ലേ. അപ്പൊ അതെല്ലാം ഒന്ന് ഓർത്തേക്കണം കേട്ടോ. നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, വലിയ സന്തോഷത്തെ ഞങ്ങളങ്ങേ ആരാധിക്കുകയാണ്. വലിയ ദൈവകൃപയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയാണ്. കർത്താവായ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എന്റെ ഈശോയെ കർത്താവേ, അവിടുന്ന് ആയിരുന്നവനാണ്, ആയിരിക്കുന്നവനാണ്, വരാനിരിക്കുന്നവനാണ്, സർവശക്തനായ കർത്താവാണ്. അവിടുന്ന് പരിശുദ്ധനാണ്. അവിടുന്ന് കർത്താവേ, ഈശോ കർത്താവാണ്. ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ആരാധിക്കുക. കർത്താവേ ദൈവം ഇപ്പൊ പ്രാർത്ഥിക്കയുടെ സാന്നിധ്യം തരണമേ, പ്രാർത്ഥിക്കൊരു അഭിഷേകം നൽകണമേ. മാമോദീസ കർത്താവെ പരികർമ്മം ചെയ്യുമ്പോൾ, സ്ഥൈര്യലേപനം കൊടുക്കുമ്പോൾ, ഒരു തിരുപ്പട്ടം കൊടുക്കുമ്പോൾ, കർത്താവെ അത് ശുശ്രൂഷ പരികർമ്മം ചെയ്യുന്നവര് ഞങ്ങൾ ഈ ശുശ്രൂഷ പരികർമ്മം ചെയ്യാൻ എന്നെ യോഗ്യനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വിവാഹത്തിന്റെ കൂതാശയ്ക്ക് ആശീർവദിക്കുമ്പോൾ അതുപോലെ ഞാനിപ്പോ പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ, ഇവർക്ക് ആശീർവാദം കൊടുക്കാൻ തക്കവിധം കർത്താവെ അവിടുന്ന് എന്നെ യോഗ്യനാക്കണമേ, അവിടുന്ന് കരുണ ചൊരിയണമേ. ഞാനല്ല, എന്റെ ഈശോ ഇവിടെ നിൽക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇവരെ ആശീർവദിക്കുക, ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഇതേപോലെ സാമ്പത്തികമായിട്ട് പലതരത്തിൽ പിശാചിന്റെ ആക്രമണങ്ങളെ തകർന്നുപോയി വിശ്വാസം നശിച്ചുപോയ കുടുംബങ്ങളോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നീ ചാടി എഴുന്നേൽക്കുക, നീ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക. കർത്താവ് ഇങ്ങനത്തുള്ള കെണികളോടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ പിടിച്ചു നിൽക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ശക്തി സംരക്ഷണം ഇപ്പോൾ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾക്കുള്ളതിനെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.